ഹലോ ഓൾ, വെൽക്കം ടു ഈസി ലേൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഒരുപാട് ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം CUT-PG 2026 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സോ നമ്മുടെ ഒരുപാട് പേരുടെ ഡ്രീം ആണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക, അല്ലെങ്കിൽ രാജ്യത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെത്തി അവിടെ പഠനം നടത്തുക എന്നുള്ളത് പലരുടെയും ആഗ്രഹങ്ങളായിരിക്കും. ആ ആഗ്രഹത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ശരിക്കും CUT-PG. ഈ വർഷം ഡിഗ്രി എക്സാമിനേഷൻ, ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷങ്ങൾ പാസ് ഔട്ട് ആയവർക്കും മുന്നേ വർഷങ്ങളിൽ പാസ് ഔട്ട് ആയവർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് CUT-PG 2026. കഴിഞ്ഞ വർഷത്തിന് അത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഈ വർഷം CUT-PG വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്നാലും ചെറിയ രീതിയിലുള്ള കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ആ മാറ്റങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ എടുക്കുക, ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് CUT-PG 2026 കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സുകളാണ്. എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഡേറ്റ്സുകൾ ഉണ്ടാവും. ആ ഡേറ്റ്സുകൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അവസരം ആ ഒരു ഡേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ആ ഡേറ്റ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കിപ്പം അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. സോ ഓൺലൈൻ രജിസ്ട്രേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫോം ത്രൂ NTA വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡിസംബർ 14 മുതൽ എന്തായിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ജാനുവരി 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജാനുവരി 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരിക്കൽ പോലും നിങ്ങൾ ലാസ്റ്റ് സമയത്തേക്ക് കാത്തിരിക്കരുത്, ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക. ദെൻ അതുപോലെ തന്നെ അതിനുശേഷം 14 ദിവസം കഴിഞ്ഞ 18-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള കറക്ഷൻ വിൻഡോസ് അത് എന്തെങ്കിലും മിസ്റ്റേക്സുകളോ കറക്ഷൻസോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷനിൽ വരുത്താൻ പറ്റുന്നതാണ്. ദെൻ സിറ്റി ഇൻഫർമേഷൻസ് സെന്റേഴ്സിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ എപ്പോഴാണ് അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എക്സാമിനേഷൻ നടക്കുന്നത് എന്തായാലും മാർച്ചിലാണ്. മാർച്ചിൽ തന്നെ എക്സാം നടക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം മാർച്ച് നടത്തിയിട്ടുണ്ട്. സോ ഈ വർഷവും മാർച്ചിൽ തന്നെ നടക്കും. മാർച്ച് ഒരു ലാസ്റ്റ് വീക്ക് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ആഫ്റ്റർ 20th ശേഷമൊക്കെ നമുക്ക് എന്തായാലും മാർച്ചിൽ എക്സാം എന്താ ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ള ബ്രോഷറിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ വന്നിട്ടുള്ളത്. എക്സാമിനേഷൻ ഡ്യൂറേഷൻ 90 മിനിറ്റ് ആണുള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 105 മിനിറ്റ് വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 90 മിനിറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ പറയാനുള്ളത്. ദെൻ പിന്നെ പറയുന്നത് ഫീയുടെ കാര്യമാണ്. പലപ്പോഴും പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു സംഭവം എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു എക്സാമോ 2 എക്സാമോ എഴുതാട്ടെ, നിങ്ങൾക്ക് മാക്സിമം 4 പേപ്പർ വരെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. 4 പേപ്പറുകൾ വരെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് 4 എക്സാംസ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ച് അതിന്റെ ഫീയും ഇൻക്രീസ് ചെയ്യുന്നതാണ്. നിങ്ങൾ 2 പേപ്പർ വരെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ഇവിടെ കാണുന്ന, ഇപ്പൊ ജനറൽ ആണെങ്കിൽ 1400 രൂപ. ഇപ്പൊ ഉദാഹരണം വിചാരിക്കുക, ജനറൽ കാറ്റഗറിയിലെ ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് കൊമേഴ്സിൽ BCom ചെയ്യണം, MCom ചെയ്യണം, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കോഴ്സും ചെയ്യണം എന്ന് വിചാരിക്കാം. ആ കുട്ടിക്ക് 2 കോഴ്സുകളും അപ്ലൈ ചെയ്യാം 1400. ഇനി ആ കുട്ടിക്ക് കൊമേഴ്സ് മാത്രം മതിയെങ്കിലും ആ കുട്ടി എന്ത് കൊടുക്കണം, 1400 കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു ഒരു അപേക്ഷ എന്ന് പറയുമ്പോൾ മിനിമം നമുക്ക് 2 കോഴ്സ് വരെ നമുക്ക് എന്താക്കാൻ പറ്റും, ആ ഒരു മിനിമം ലെവൽ ഫീൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. then അഡീഷണൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പേപ്പറും 2 കൂടുതൽ 3 4 നിങ്ങൾ ചെയ്യുന്നതിന് എന്താണ്, അതിന് അഡീഷണൽ പേയ്മെന്റ് കൊടുക്കണം. അപ്പൊ ഓപ്ഷൻ കാണുമ്പോൾ ചാടി കയറി 4 കൊടുക്കണ്ട. 4 കൊടുത്ത് ലാസ്റ്റ് അവസാനം ഫീന്റെ സെക്ഷൻ വരുന്ന സമയത്തേക്ക് അതിന്റെ ടോട്ടൽ ബില്ല് കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നത്. സോ 1400 ബേസിക് പേയ്മെന്റ് ജനറൽ കാറ്റഗറിക്ക്. OBCക്ക് 1200. ദെൻ ഷെഡ്യൂൾ കാസ്റ്റ് ആണെങ്കിൽ 1100. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 1000 റുപ്പീസ്. ഔട്ട്സൈഡ്, ഇന്ത്യയുടെ ഔട്ട്സൈഡിലാണ് നിങ്ങൾ സെന്റർ നോക്കുന്നെങ്കിൽ 7000 രൂപയ്ക്കാണ് അതിന് പേയ്മെന്റ് വരുന്നത്. ഇവിടെയാണ് ഒരു വലിയൊരു മാറ്റം. CUT-PGയിലെ ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത് ഈ ഒരു എക്സാമിനേഷൻ ഫീ തന്നെയാണ്. സോ അത് കെയർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പേപ്പർ മാത്രം ഓപ്റ്റ് ചെയ്ത് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം പഠിക്കുക. വാരി വലിച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, എപ്പോഴും നമുക്ക് ആവശ്യമുള്ള പേപ്പർ മാത്രം പഠിച്ചു പോകുക എന്നുള്ളതാണ്. സോ പല ആൾക്കാർക്കും എക്സാമിനെ കുറിച്ച് ചിലപ്പോൾ ഒരു ഐഡിയ ആയിക്കൊള്ളുന്നില്ല, എങ്ങനെയാണ് എക്സാം, ഏതൊക്കെ രീതിയിലാണ് എക്സാം ഉണ്ടാവുക എന്നുള്ള പലപ്പോഴും പല സംശയങ്ങൾ ഉണ്ടാവാം. ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അത് നമുക്ക് എക്സാമിന് നമ്മൾ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ പറയാ,
ഒരു പ്രോപ്പർ ആയിട്ട് നോട്ട്ബുക്ക് പേപ്പറിന്റെ ആവശ്യമൊന്നുമില്ല. ഒക്കെ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാന്ന് മാത്രം നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മീഡിയം നിങ്ങൾക്ക് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ എന്താ പറയുക ഹിന്ദിയിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് ഒപ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്താവും, ദ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ CUT വിൽ ബി ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എക്സെപ്റ്റ് ഫോർ ലാംഗ്വേജസ്. ലാംഗ്വേജ് വിഷയങ്ങൾ, ലാംഗ്വേജ് സബ്ജക്ട് ചെയ്തവർക്ക് എന്താവും അവരുടേതായ സബ്ജക്റ്റിലുള്ള വിഷയങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ MTech പോലത്തെ സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് മാത്രം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ള കോമൺ വിഷയങ്ങൾക്ക് എല്ലാ ഹിന്ദിയും ഉണ്ടാവും, അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഇതിൽ വരാനുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 90 മിനിറ്റ് ആണ് എക്സാം ടൈം ഉണ്ടാവുക. ഒരു 30 മിനിറ്റ്സ്, ഇപ്പം ഒരു ക്ലോസിംഗ് ടൈം ഉണ്ടാവും. എക്സാമിന്റെ ക്ലോസിംഗ് ടൈം, ആ ഗേറ്റ് ക്ലോസിംഗിന് മുന്നേ എന്താവാം നിങ്ങൾ എത്താൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും എക്സാംസ് ഒക്കെ ചില സമയങ്ങളിൽ ദൂരെയുള്ള സെന്റേഴ്സ് ഒക്കെ കിട്ടും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായിട്ടും കൃത്യമായിട്ട് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കുക. ഒരിക്കലും എല്ലാം നമ്മൾ ലാസ്റ്റ് സമയത്തോട്ട് വെക്കരുത് എന്നുള്ളതാണ് വീണ്ടും പറയാനുള്ളത്. ദെൻ പിന്നെ അതുപോലെ തന്നെ എലിജിബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ, പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഇതാവുന്ന ഒരു ഏരിയയാണ്. എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എനിക്കൊരു 45% മാർക്കേ ഉള്ളൂ എന്നൊക്കെ രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു കണക്ക് പറയുന്നില്ല. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ്ഡ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഇക്വിവലന്റ്, നിങ്ങൾ ഡിഗ്രി പാസ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റും, CUT എക്സാമിനേഷൻ എഴുതാൻ പറ്റും. പിന്നെ അടുത്തൊരു ക്രൈറ്റീരിയ വരുന്നത് വെച്ചാൽ CUT PGക്ക് 2 സ്റ്റെപ്സുകളാണുള്ളത്, നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത് എക്സാമിനേഷൻ സ്റ്റെപ്പ് എന്ന സ്റ്റെപ്പാണ്. അത് മാത്രമാണ് NTA കയ്യിലുള്ളത്. എക്സാം നടത്തി കഴിഞ്ഞോട് കൂടെ NTA ജോബ് കഴിഞ്ഞു. ദെൻ NTA ശേഷം ഉണ്ടാവും ഓരോ യൂണിവേഴ്സിറ്റികളായിരിക്കും ആ കാര്യങ്ങൾ നോക്കുക. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും. ഓരോ കോഴ്സിനനുസരിച്ചും അവർ വ്യത്യസ്തമായ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പം ഡിഗ്രി പാസ്സായ ഏതൊരാൾക്കും എന്താ പറ്റും, NTA CUT PG എക്സാമിനേഷൻ എഴുതാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, പെർസെന്റേജ് കുറവാണെന്ന് വെച്ചാൽ എക്സാം എഴുതാതിരിക്കണ്ട, എക്സാം എഴുതാൻ പറ്റും. പിന്നെ അതിന് ശേഷം വരുന്ന പ്രൊസീജിയറിലാണ് പലപ്പോഴും ഈ ഒരു മാർക്കിന്റെ കടമ്പ ഉണ്ടാകാറുള്ളത്. എന്നാലും ഒരു 50% മാർക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ 45% മാർക്കിൽ അഡ്മിഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അതുപോലെ 50%, 55%, മാക്സിമം 55% ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുന്നതാണ്. then അതിൽ റിസർവേഷൻ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ 50% അല്ലെങ്കിൽ 45% മതിയാവും. അതുപോലെ തന്നെ 55 ആണെങ്കിൽ 50 മതിയാവും. അപ്പം ജനറൽ കാറ്റഗറിയിൽ നിന്ന് ഒരു 5% ഒരു റിസർവേഷൻ, ഒരു കൺസെഷൻ എന്തായാലും ആ ഒരു ഇതിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല, കാരണം PG ആണ്, PGക്ക് ഏജ് ലിമിറ്റ് ഇല്ല. പലപ്പോഴും പല ആൾക്കാർക്കുള്ള ഒരു ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഗ്യാപ് സർട്ടിഫിക്കറ്റ് വേണോ എന്നുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. ഗ്യാപ് സർട്ടിഫിക്കറ്റ് അത് ഓരോ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആണ്. പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾക്ക് CUT PG എക്സാം എഴുതാൻ നിങ്ങൾക്ക് ഗ്യാപ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ഡോക്യുമെന്റ്സിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആകെ വേണ്ടത് നിങ്ങളുടെ ഒരു ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ബട്ട് നിങ്ങൾ NCLന്റെയും അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അത് ഇപ്പോഴേ തന്നെ ഉണ്ടാക്കി വെക്കുക. പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ അതൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഗ്യാപ് സർട്ടിഫിക്കറ്റും നിങ്ങൾ അഡ്മിഷൻ സമയത്തോട്ട് മതി. അത് ഓരോ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിക്കാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയിട്ട് അവിടെ കൃത്യമായ ഡീറ്റെയിൽസ് വായിക്കുക. അവിടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അത് കൃത്യമായി വായിക്കുക. ദെൻ പല യൂണിവേഴ്സിറ്റികൾക്കും PGക്ക് ഒന്നും ഗ്യാപ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്, മെജോറിറ്റി യൂണിവേഴ്സിറ്റിക്കും ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് എന്തുണ്ട്, അവർ ഗ്യാപ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റിക്കാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പണികൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പം അതുപോലെ തന്നെ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന ആളുകൾക്കും എക്സാം എഴുതാൻ പറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ദെൻ അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസ്, CUTയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസും അതുപോലെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മുടെ ചാനൽ ഇനിയും വരും ദിവസങ്ങൾ വരുന്നതായി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.